ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു സന്ദർശിച്ചവരുമായ ആളുകളെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ശമരിയ സ്ത്രീയെക്കുറിച്ചാണ് വായിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ ശമരിയയിൽ കൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു എന്നാണ്. സ്വർഗത്തിൽ നിന്ന് പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പിതാവായ ദൈവം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. എവിടെ ജനിക്കണം, എവിടെ ജീവിക്കണം, എവിടെയൊക്കെ പോകണം, ശുശ്രൂഷിക്കണം, ആരെയൊക്കെ കാണണം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് എല്ലാം ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. നമ്മളെവിടെ ജനിക്കണം, നമ്മളെവിടെ ജീവിക്കണം, ഏത് ഭാഷ സംസാരിക്കണം, മാതാപിതാക്കൾ ആരായിരിക്കണം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സ്വത്ത്, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കള്, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ വീഴ്ചകൾ, താഴ്ചകൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ കോട്ടങ്ങൾ, ഇതെല്ലാം ദൈവം പ്ലാൻ ചെയ്തിരുന്നു. കാരണം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, നാം ചെയ്തു പോരേണ്ടതിന് അവനത് മുന്നൊരുക്കിയിരിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ കാറ്റനുസരിച്ച് സഞ്ചരിക്കുന്നവരല്ല, മറിച്ച് നമ്മുടെ പിതാവായ ദൈവമാണ് നമ്മളെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ആ ഒരു പാഠം ഇതിൽ നിന്ന് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ശമരിയെ ലക്ഷ്യമാക്കി നടക്കുകയാണ് ഉണ്ടായത്. യേശു ഒരിക്കൽ മാത്രമേ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിച്ചതായിട്ട് കാണുന്നുള്ളൂ. ബാക്കി സമയങ്ങളിലൊക്കെ യേശു നടക്കുകയോ അല്ലെങ്കിൽ കടലിൽ പടകിൽ കൂടെ യാത്ര ചെയ്യുകയോ ആണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മിക്കപേരും തങ്ങളുടെ ആ ശുശ്രൂഷ കഴുതപ്പുറത്ത് സഞ്ചരിച്ചാണ് നടത്തിയിരുന്നത്. പക്ഷേ യേശു കാൽനടയായിട്ട് നടക്കുകയായിരുന്നു. കാരണം എളിയവരായ ആളുകളോട് ഏകീഭവിക്കാൻ അതാവശ്യമായിരുന്നു. സ്വന്തമായ ഒരു വാഹനം ഇല്ലാത്ത ആളുകൾക്കും ദൈവമാകാൻ താൻ യോഗ്യനാണ് എന്ന് യേശു തെളിയിക്കുകയാണ് ഉണ്ടായത്. യേശു ശമര്യയിലെ സുഖാർ എന്ന സ്ഥലത്ത് എത്തി. അവിടെ യാക്കോബിൻ്റെ ഒരു കിണറുണ്ടായിരുന്നു. യാക്കോബ് അത് തൻ്റെ മകനായ യോസേഫിന് നൽകിയതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൽ ഈ മലമ്പ്രദേശം യോസേഫിന് യാക്കോബ് നൽകുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വില്ലുകൊണ്ടും വാളുകൊണ്ടും അമോരിൽ നിന്ന് സമ്പാദിച്ച ഈ മലഞ്ചരിവ് നിനക്ക് ഞാൻ തരുന്നുവെന്ന് യാക്കോബ് യോസേഫിനോട് പറയുന്നുണ്ട്. എന്താണ് ഈ വലിയ സ്വത്തുകാരനായ ഈ മലഞ്ചരിവൊന്നും ഒരാവശ്യവുമില്ലാത്ത യോസേഫിന് അപ്പനിത് കൊടുക്കാൻ നിർബന്ധം പിടിച്ചത്? പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഒരു കുഴിയിലാണ് യോസേഫ് കിടന്ന് നിലവിളിച്ചത്, കരഞ്ഞത്. ഒരുപക്ഷെ ഈ കിണർ തന്നെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം പിൽക്കാലത്ത് ശമര്യരെ പോലുള്ള ആളുകൾ അത് ഒരു പുണ്യ കിണറായി കണക്കാക്കി
അതിലെ വെള്ളം കോരി കുടിച്ചാൽ പുണ്യം കിട്ടും, നിത്യജീവൻ കിട്ടും എന്നൊക്കെ വിചാരിക്കാനിടയായി തീർന്നത്. ശമരിയാസ്ത്രീ വെള്ളം കോരാൻ വന്നു, പക്ഷേ അത് വീട്ടാവശ്യത്തിനാണ് എന്ന് വിചാരിക്കാൻ ന്യായമില്ല. സാധാരണ സ്ത്രീകൾ വെള്ളം കോരാൻ പോകുന്നത് കൂട്ടമായിട്ടാണ്. കാരണം ആ പ്രദേശങ്ങളിലെ കിണർ എന്നുള്ളത് അത് പടികൾ, വെട്ടുകല്ലിലുള്ള പടികൾ വെട്ടിയിട്ട് അതിലേക്ക് നടന്നു ചെന്ന് വെള്ളം മുക്കി എടുക്കുന്ന രീതിയാണുള്ളത്. അപ്പോൾ പല സ്ത്രീകൾ ഒരുമിച്ച് കൂട്ടമായിട്ട് വന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ കോരിയെടുത്ത് പാസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരുമിച്ച് വരിക, ഒരുമിച്ച് പോവുക. കാരണം വളരെയധികം കിണറുകൾ, എല്ലാ വീട്ടിലും കിണറുകളുള്ള ഒരു രീതി അന്നില്ലായിരുന്നു. എന്തായാലും പക്ഷേ ഈ ശമരിയാസ്ത്രീ ഒറ്റയ്ക്കാണ് വന്നത്. ആളുകൾ പറയുന്നത്, സ്കോളേഴ്സ് പറയുന്നത്, അവള് പാപമോചനത്തിനായിട്ട് ഈ വെള്ളം കുടിച്ചാൽ പാപമോചനം കിട്ടുമെന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ അവള് ഒരു സത്യാന്വേഷിയായി അവള് അങ്ങനെ അവിടുത്തെ വെള്ളം കോരാൻ വന്നതാണ് എന്നാണ്. കിണറുകളെ സംബന്ധിച്ച് വേറെയും ഒരുപാട് അബദ്ധങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളത് നമുക്കറിയാം. ശീലോഹാം കുളത്തിൻ്റെ കാര്യം നമുക്കറിയാം. അതുപോലെ 38 വർഷം ബെഥെസ്ദാ കുളക്കരയിൽ ഒരുത്തൻ കിടന്നു. അവിടെ ആളുകൾ വിചാരിച്ചിരുന്നത് അതേ സമയത്തൊരു ദൂതൻ ഇറങ്ങി കുളം കലക്കും, ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം കിട്ടുമെന്നാണ്. അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. ഇതും അങ്ങനെ ഒരു അന്ധവിശ്വാസമാണ്. പക്ഷേ യേശു ആ സത്യാന്വേഷിയെ തേടി ചെല്ലുകയാണ്. സത്യമായി കർത്താവിനെ അന്വേഷിക്കുന്ന ആളുകളെ കർത്താവിനെ അറിയാം. അവര് ഏത് കുഗ്രാമത്തിലായിരുന്നാലും, അല്ലെങ്കിൽ കുളക്കരയിൽ കിണറിൻ്റെ കരയിലായിരുന്നാലും, വീട്ടിലായിരുന്നാലും അവരെ തേടി ചെല്ലാൻ നമ്മുടെ കർത്താവിന്, തീർച്ചയായിട്ടും സർവജ്ഞാനിയായ കർത്താവിന് സാധിക്കും. ഈ ശമരിയാസ്ത്രീ ദൈവത്തെ അറിയാൻ, ദൈവികമായ അനുഗ്രഹം നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് തൻ്റെ സർവജ്ഞാനത്തിൽ കണ്ട കർത്താവ് അവളെ തേടി ചെല്ലുകയാണ് ഉണ്ടായത്. കർത്താവ് ആദ്യം അവളോട് വെള്ളം ചോദിക്കുകയാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ പഴയ നിയമത്തിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാമിൻ്റെ ദാസൻ ഇസ്ഹാക്കിനൊരു ഭാര്യയെ തേടി ചെല്ലുന്ന സമയത്ത് റിബേക്കയെ കാണുകയാണ്. അദ്ദേഹം വെള്ളം ചോദിക്കുകയാണ്. റിബേക്ക പറയുന്നത്, നിനക്ക് മാത്രമല്ല നിന്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ കോരിത്തരാം എന്നാണ്. പിന്നീട് യാക്കോബ് പദ്ദൻഅരാമിൽ ചെല്ലുമ്പോൾ അവിടെ കിണറ്റുകരയിൽ വെച്ചാണ് റാഹേലിനെ കാണുന്നത്. മോശ മിദ്യാൻ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ കിണറ്റുകരയിൽ വെച്ചാണ് സിപ്പോറയെ കാണുന്നത്. ഇവിടെ യേശു കിണറ്റുകരയിൽ വെച്ച് ശമരിയാസ്ത്രീയെ കാണുകയാണ്. ഇതെല്ലാം കർത്താവ് തൻ്റെ സഭയെ കണ്ടെത്തുന്നതിൻ്റെ ഒരു ചിത്രമാണ്. പരിശുദ്ധാത്മാവാണ് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മെ, അല്ലെങ്കിൽ സഭയാകുന്ന ആ മണവാട്ടിയിലേക്ക് നമ്മെ നയിക്കുന്നത്. എന്തായാലും യേശു ശമരിയാസ്ത്രീയോട് വെള്ളം ചോദിക്കുകയാണ്. അക്കാലത്ത് ശമര്യരുടെ വെള്ളം യഹൂദന്മാർ കുടിക്കാറില്ല. കാരണം പണ്ട് അശൂർ രാജാവ് ഇസ്രയേലിനെ കീഴ്പ്പെടുത്തിയപ്പോൾ ഇവിടുന്ന് ഇസ്രയേലിൽ നിന്ന് കുറേ ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും പകരം അശൂര്യരെ ഇവിടെ പാർപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് അശൂര്യർ യഹോവയെ ഭയപ്പെടാതിരുന്നത് കൊണ്ട്, ഭജിക്കാതിരുന്നത് കൊണ്ട് അവരെ സിംഹങ്ങൾ വന്ന് കടിച്ചു കയറി. ആ വിവരം രാജാവിനെ അറിയിച്ചപ്പോൾ രാജാവ്
ഇവിടുന്ന് കൊണ്ടുപോയിരുന്ന ചില പുരോഹിതന്മാരെ പറഞ്ഞയച്ച് ഈ അശൂര്യരെ ന്യായപ്രമാണം പഠിപ്പിച്ചു. പക്ഷെ അവർ യഹോവയെ ഭജിക്കുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടു നടന്നു. അവർ ഗരീസി മലയിൽ ഒരു യാഗപീഠം പണിത് അവരൊരു സമാന്തര ആരാധനയ്ക്ക് തയ്യാറായി. അവര് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവര് സങ്കരജാതിയാണ്. തന്നെയല്ല, വിഗ്രഹാരാധനയൊക്കെ ഉണ്ട്, മന്ത്രവാദമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് യഹൂദന്മാർ അതുവഴി പോകാത്തതും അവരോട് വെള്ളം വാങ്ങി കുടിക്കാത്തതും. അവളത് പറഞ്ഞു, ഞാൻ ശമരിയാസ്ത്രീ ആയിരിക്കെ അങ്ങ് എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്താണ്? അപ്പോഴാണ് യേശു പറയുന്നത്, നിന്നോട് ചോദിക്കുന്ന ഞാൻ ആരാണ് എന്ന് നീ അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം, ഒരിക്കലും ദാഹം വരാത്ത നിത്യജീവന്റെ, അതായത് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു, എങ്കിൽ ഞാൻ ഇവിടത്തോളം വരാതിരിക്കേണ്ടതിന് എനിക്കത് തരിക. യേശു പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക, അവനും കൊടുക്കാമല്ലോ. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനും നിന്റെ ഭർത്താവല്ല. പലരും വിചാരിക്കുന്നത് ഈ ശമരിയാസ്ത്രീ ഒരു വേശ്യാസ്ത്രീ ആയിരുന്നു എന്നാണ്. 5 ഭർത്താക്കന്മാർ. ഒരു വേശ്യാസ്ത്രീക്ക് എത്ര പേരോടുകൂടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കൊന്നും ഇല്ല. യേശു പറഞ്ഞ് 7 ഭർത്താക്കന്മാർക്ക് ഭാര്യയായിരുന്ന ഒരാളുടെ കാര്യം. അത് ഒരേ സമയത്തല്ല, ഇവിടെ ഭർത്താവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വിവാഹ നിശ്ചയം നടത്തി വീട്ടുകാരാലോചിച്ച് അങ്ങനെയാണല്ലോ വിവാഹം നടക്കുന്നത്. അവളൊരു വേശ്യാസ്ത്രീയാണ് എന്നല്ല യേശു പറഞ്ഞത്. 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്ന ഒരു പാപമല്ല. കാരണം 7 ഭർത്താക്കന്മാരുടെ കാര്യം യേശു പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ഡിതന്മാർ പറയുന്നത് ഈ ശമര്യരുടെ 5 ദേവന്മാരെ കുറിച്ചാണ്. അശൂർ രാജാവ് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച ആളുകൾ അശൂര്യ ദേവന്മാരെ ആരാധിച്ചു. അതായത് ബാബേൽ കൂത്ത, ഔവ, ഹമാത്ത്, സഫർവയും ഇങ്ങനെയുള്ള 5 പട്ടണങ്ങളിൽ നിന്നാണ് അവരിവിടെ വന്നത്. അവര് നേർഗാലിനെ, അശീമയെ, പിന്നെ അതുപോലെ അങ്ങനെയുള്ള ദേവന്മാരെയാണ് അവരാരാധിച്ചത്. 5 ദേവന്മാർ. ഈ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ദേവന്മാരും മനുഷ്യരുമായിട്ടുള്ള ബന്ധം ഭാര്യാഭർത്തൃ ബന്ധം പോലെ ഇഴുകിച്ചേരുന്നതാണ്. അതുകൊണ്ടാണ് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു എന്ന് യേശു പറഞ്ഞത്. അതായത് 5 ദേവന്മാർ. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അവരത് വിട്ടു. അവരത് വിട്ടിട്ട് അവർ യഹോവയെ തങ്ങളുടെ ദേവനായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇപ്പോഴുള്ളവനോ യഹോവ നിങ്ങൾക്ക് ദേവനെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, യഹോവ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ വിചാരിക്കുന്നു. അത് ശരിയല്ല. അപ്പോൾ അവൾ പറയുകയാണ്, ഞങ്ങൾ ഈ മലയിൽ, ഗരീസി മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കുന്നു. അപ്പോൾ യെരൂശലേമിൽ ഞങ്ങൾ ആരാധിക്കാൻ വന്നാൽ യഹോവ ഞങ്ങൾക്ക് ദേവനാകുമോ അല്ലെങ്കിൽ ഭർത്താവാകുമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. യേശു പറഞ്ഞത്, ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു. യഹൂദന്മാർ മാത്രമല്ല, സത്യ നമസ്കാരികൾ. അപ്പോൾ അവൾ പറഞ്ഞു, മശിഹ വരുമ്പോൾ എല്ലാം അറിയിക്കും, മശിഹ ഞങ്ങളെ കൈക്കൊള്ളും എന്ന് ഉള്ള ആ വിശ്വാസം, ശമര്യരുടെ വിശ്വാസം അവൾ പറഞ്ഞു. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കാൻ ഞാൻ തന്നെ മശിഹ. അവൾക്ക് സന്തോഷമായി. അവൾ ആ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ആളുകളെ വിളിച്ചുകൊണ്ട് വന്നു. പ്രിയപ്പെട്ടവരെ, അതിനാണ് യേശു ശമര്യ സ്ത്രീയെ തേടി ചെന്നത്. ശമര്യക്കാർ യേശു ദൈവമാണെന്ന് അറിയണം. അവര് യേശുവിനെ അവിടെ ക്ഷണിക്കണം.
താമസിപ്പിക്കണം. നാം വായിക്കുന്നത് അവർ നിർബന്ധിച്ചു. 2 ദിവസം യേശു അവിടെ താമസിച്ച് സുവിശേഷം അറിയിക്കുവാൻ ഇടയായി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ശമരിയ സ്ത്രീയെ യേശു തേടി ചെന്നതിനാൽ ആ ശമര്യക്കാർ, ആ പട്ടണക്കാർ കർത്താവിനെ അറിയുവാൻ ഇടയായി. കർത്താവ് നമ്മളെയും തേടി വന്നു. അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, നമ്മുടെ അയൽക്കാർ, നമ്മോട് ബന്ധപ്പെട്ട ആളുകൾ കർത്താവിനെ അറിയാൻ ഇടയാകണം. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശമരിയ സ്ത്രീയെക്കുറിച്ചുള്ള ഈ പഠനം നമുക്ക് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ, കർത്താവിങ്കിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരുവാൻ സഹായകമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.